ട്രംപ് പിന്നെയും പുതിയ ഭീഷണിയായിട്ട് ഇന്ത്യക്കെതിരെയാണല്ലോ സർ. ഇപ്പോൾ അജിത് ദോവൽ റഷ്യക്ക് പോയി, അത് കണ്ട് പിന്നെയും പേടിച്ചു ട്രംപ്. പേടിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ട്രംപിന് ഒരു നല്ല പേടി കുടുങ്ങിയിട്ടുണ്ട്. ഇന്ത്യ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ കൂടെ ഇവർ തീരുവ കൂട്ടുന്നു. അപ്പം ഇന്ത്യ ശരി എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ബേസ് അങ്ങോട്ട് സ്ട്രോങ് ആക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ മെസ്സേജ് കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണോ സർ? തീർച്ചയായിട്ടും ഇന്ത്യ ഒരു ഗ്ലോബൽ പവർ ആകും എന്നുള്ളത് ലോകത്തെ ഒരുവിധം എല്ലാ എക്കണോമിസ്റ്റുകളും പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ മൂന്നാം ലോകശക്തിയായിട്ട് 2030 ഇപ്പോൾ ഉടനെ ആയില്ലെങ്കിൽ 2030 മൂന്നാം ലോകശക്തിയായിരിക്കും. അതായത് രണ്ട് കാര്യങ്ങൾ. ഒന്ന് നമ്മുടെ ധനപരമായിട്ട്, രണ്ടാമത് ആയുധപരമായിട്ടും നമ്മളൊരു വലിയ ശക്തിയാകുന്നതാണ്. ധനപരമായിട്ട് പക്ഷേ ട്രംപ് സമ്മതിച്ചില്ല. ധനപരമായിട്ട് വരുന്നതിനാണ് ട്രംപിന് പേടി. ട്രംപിന് മാത്രമല്ല, യൂറോപ്പിന് മൊത്തം പേടിയാണ്. അതാണ് യൂറോപ്യൻ യൂണിയനും ട്രംപും എല്ലാം ചേർന്ന് നമ്മളെ ഒറ്റിക്കൊടുക്കുന്നത്. കാരണം ഇന്ത്യ, അവരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് ഇന്ത്യ ഇത്രയും അധികം പ്രശ്നങ്ങളുള്ള രാഷ്ട്രം. 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. 47 സ്വാതന്ത്ര്യം കിട്ടിയ മിക്ക രാഷ്ട്രങ്ങളും നമ്മൾ നോക്കുക, രക്ഷപ്പെട്ടത് വളരെ കുറവാണ്. നമ്മൾ ജപ്പാനെ പോലുള്ള ചില രാഷ്ട്രങ്ങൾ മാത്രമാണ് ഭയങ്കരമായിട്ട് പുരോഗതിയിലേക്കും, പിന്നെ സിംഗപ്പൂരും ഒക്കെ പുരോഗതിയിലേക്ക് വന്നത്. മനസ്സിലായില്ലേ? ഈ കോളനി ആയിരുന്ന പല സ്ഥലങ്ങളും, പിന്നെ ആഫ്രിക്കൻ കൺട്രികളായാലും കോളനി ആയിരുന്നതിൽ അല്പമെങ്കിലും മെച്ചമായിട്ട് നിൽക്കുന്നത് ഇന്ത്യയേ ഉള്ളൂ. ബാക്കി എല്ലാവരും തകർന്ന് തരിപ്പണമാവുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രശ്നങ്ങളിലാവുകയാണ്. കാരണം അതുപോലത്തെ ഓരോ പാരകളും ആപ്പും അവിടെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ത്യയെ അവർ വിഭജിച്ചപ്പോൾ ഉദ്ദേശിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആജീവനാന്തം അടിച്ചോളും. കാരണം രണ്ട് വിരുദ്ധ ശക്തികളെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഹിന്ദു, ഒന്ന് മുസ്ലിം. അപ്പം ഇത് രണ്ടും കൂടെ ചേർന്ന് അടിച്ച് ഇവൻ തലതല്ലി കീറി ചത്തോളും. പിന്നെ അതിന് പുറമെ ഇന്ത്യയിൽ കറപ്ഷൻ ഭയങ്കരമാണ്, ജാതി വ്യവസ്ഥകൾ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം കൊണ്ട് ഇന്ത്യക്ക് ഒരിക്കലും നടുനോർക്കാൻ പറ്റില്ല. ഇങ്ങനൊരു കാർഷിക രാജ്യമായിട്ട് കുറെ കൃഷിയും, കുറച്ച് പേര് പട്ടിണി, കുറച്ച് പേര് തിന്നുമൊക്കെ ജീവിക്കുമെന്നാണ് വിചാരിച്ചത്. ബ്രിട്ടീഷ് ഫ്ലറിഷ് ചെയ്തപോലെ ബാക്കിയുള്ളവർക്കും ഫ്ലറിഷ് ചെയ്യാമെന്നാണ് അവർ വിചാരിച്ചല്ലേ? കൈയിട്ട് വാരാം. ബാക്കിയുള്ളവർക്കെല്ലാം ഈ സമ്പത്തും മറ്റു കാര്യങ്ങളും കൈയിട്ട് വാരുകയും ഇവിടെ എപ്പോഴും അവർക്കൊരു മേൽക്കൈ, അണ്ടർഗ്രൗണ്ടിൽ ഒരു മേൽക്കൈ. നമ്മളെല്ലാം അമേരിക്കയോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ യൂറോപ്പിനോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ റഷ്യയോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ എന്നുള്ള ഒരു ഡിപ്പെൻഡൻസി ഉണ്ടായിരുന്നു. ഇന്ന് ആ ഡിപ്പെൻഡൻസി കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നരേന്ദ്രമോദി ഇല്ലാതാക്കി. നമ്മൾ യൂറോപ്പിനോടും ചോദിക്കില്ല, അമേരിക്കയോടും ചോദിക്കില്ല, UN-നോടും ചോദിക്കില്ല, റഷ്യയോടും ചോദിക്കില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നു നമ്മൾ ചെയ്യും. അത് ഇപ്പോഴത്തെ വിദേശകാര്യ മന്ത്രിയും കൂടെ കിട്ടിയപ്പം അദ്ദേഹത്തിന് ഡബിൾ കരുത്തായി. എനിക്ക് ഗുണമുള്ളത് ഞാൻ ചെയ്യും. ഇത് ലോകം മുഴുവൻ ചെയ്യുന്ന തിയറിയാണ്. അമേരിക്കയുടെ ഇൻട്രസ്റ്റ് ആണ് നോക്കുന്നത്. അമേരിക്ക എന്തുകൊണ്ടാണ് ഇന്ത്യയെ തഴഞ്ഞിട്ട് പാകിസ്ഥാനെ സ്വീകരിച്ചത്? കാരണം ചാടിക്കളിയുടെ കൊച്ചുരാമ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ഇന്ത്യ അതിന് കിട്ടില്ല. അപ്പോൾ പാകിസ്ഥാൻ മതി. അപ്പോൾ അവർക്ക് വേണ്ടത് ഒരു ബേസ് ആണ്. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ചൈന അടിക്കാൻ വന്നാൽ ചൈനയെ അടിക്കാൻ തൊട്ടടുത്തൊരു ബേസ് വേണം. ഇന്ത്യ അടിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ അവർക്ക് താർക്കണം എന്നുള്ളത് അവർക്കറിയാം എങ്ങനെയൊക്കെ പറ്റും. കാരണം ഇന്ത്യയിൽ അതുപോലത്തെ ശക്തികളുണ്ട്. അവരുടെ ഏജന്റുമാർ ധാരാളം പേര് ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ അവർക്ക് ബോംബൊന്നും വേണ്ട. ഇന്ത്യയെ തകർക്കാൻ നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ തന്നെ ധാരാളം. അമേരിക്കയോ ട്രംപോ ഒരു പ്രാവശ്യം ഡെഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ആശാന്മാർ 3 പ്രാവശ്യം ഡെഡ് എക്കോണമി എന്ന് പറഞ്ഞിരിക്കും. അതാണ് നമ്മുടെ ആളുകളുടെ പ്രത്യേകത. എന്ത് അമേരിക്ക പറയുന്നു? അമേരിക്ക പറയുകയാണ് ഞങ്ങളാണ് പാകിസ്ഥാനുമായിട്ടുള്ള വാറ് തീർക്കുന്നതിന് സഹായിച്ചതെന്ന് പറഞ്ഞാൽ ഇന്ത്യയെ വിശ്വസിക്കില്ല, ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ വിശ്വസിക്കില്ല, ഇന്ത്യയിലെ വിദേശകാര്യമന്ത്രിയെ വിശ്വസിക്കില്ല, ഇന്ത്യയിലെ ആർമിയെ പോലും വിശ്വസിക്കില്ല. അവർ വിശ്വസിക്കുന്നത് ട്രംപ് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യയിൽ അവരുടെ ഏജന്റുമാരുണ്ട്, അതുകൊണ്ട് അവർക്ക് ബോംബൊന്നും ഇടണ്ട. ഇന്ത്യയിൽ നല്ല ബോംബുകൾ അവർ ഓരോ സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ പാർലമെന്റിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്, പുറത്ത് സ്ഥാപിച്ചിട്ടുണ്ട്, പല രാഷ്ട്രീയ പാർട്ടികളുടെയും സ്പോക്സ്മാൻ ആയിട്ട് വന്നുകൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ തന്നെ പല ചാനലുകളുണ്ട്. എല്ലാം അവർ അതിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നമുക്ക് നട്ടലിലൂടെ നിൽക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ 4ാം ലോകശക്തി ആയിക്കൊണ്ടിരിക്കുകയാണ്, ആയി എന്ന് തന്നെ പറയാം. അപ്പൊ ആ ശക്തിയായിരിക്കുമ്പോൾ 2030 ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലോകത്തെ മിക്ക രാഷ്ട്രങ്ങളും പ്രതീക്ഷിക്കുന്നത് 3 രാജ്യങ്ങൾ 1, 2, 3 സ്ഥാനങ്ങളിലേക്ക് വരും. അതിൽ ഒന്ന് ചൈന ആയിരിക്കും, മറ്റൊന്ന് USA ആയിരിക്കും, മൂന്നാമത്തേത് ഇന്ത്യ ആയിരിക്കും. ഇന്ത്യയുടെ പൊസിഷൻ എവിടെയായിരിക്കും എന്നുള്ളതാണ്. ഒന്നാമതാവാൻ വഴിയില്ല എന്നവർക്കൊരു ധാരണയുണ്ട്. പക്ഷേ രണ്ടാമതായാൽ അമേരിക്കയെ നമ്മൾ വെട്ടും. നമ്മൾ മൂന്നാമതെങ്കിലും നിൽക്കണം. അല്ലെങ്കിൽ അതിന് മൂന്നാമത് നിൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളെ 4, 5, 6ലേക്ക് താക്കണം.
ആ വിധത്തിലേക്ക് നമ്മളെ വെട്ടിക്കൊണ്ട് വന്നാലേ നമ്മൾ അവരുടെ കയ്യിൽ നിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അതിനേക്കാൾ കടന്നു പോയാലോ എന്ന ഭയമാണ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കുള്ളത്. ഇല്ലെങ്കിൽ ആരെങ്കിലും പറയുമോ നമുക്ക് ലോകത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കിട്ടുന്നതിൽ ഏറ്റവും വില കുറഞ്ഞത് റഷ്യയാണ് തരുന്നത്. 25% വില കുറച്ചാണ് തരുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രതിപക്ഷം ചോദിക്കുന്നത് അറിയാമോ, അങ്ങനെ വില കുറച്ചിട്ട് നമുക്കെന്താ 25% തരാത്തത് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് 100 രൂപയ്ക്ക് പെട്രോൾ വാങ്ങിക്കുന്നത് 75 രൂപയ്ക്ക് തരാത്തത് എന്തെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ഉത്തരം ഇന്ത്യയിൽ നടക്കുന്ന മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകൾ കേരളത്തിൽ കണ്ടില്ലേ, നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത റോഡുകളുണ്ടായി. അതിന്റെ അവകാശവാദം പിണറായി വിജയനാണ് ഏറ്റെടുക്കുന്നതെങ്കിലും എല്ലാവർക്കും അറിയാതെ എവിടെ നിന്നാണ് ഇതിന്റെ സോഴ്സും കാര്യങ്ങളും അതിന്റെ പ്ലാനും പണവും ഒക്കെ ഭൂരിഭാഗവും വന്നത്. നമ്മൾ ലാൻഡ് എടുത്തു കൊടുത്തു, ഇല്ല എന്ന് പറയുന്നില്ല, അത് വലിയ പ്രവൃത്തി തന്നെയാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു റോഡുണ്ടാക്കി, ഇത് കുഞ്ഞാലിക്കുട്ടി പിന്നെ അസംബ്ലി പറഞ്ഞ പോലെ ഇത് നമ്മുടെ മംഗലാപുരത്തും തുടങ്ങി പാറശാല അവസാനിക്കുന്നതല്ല, പാറശാല കഴിഞ്ഞു ഇത് പോകുന്നുണ്ട്, മംഗലാപുരം കഴിഞ്ഞും പോകുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത് ഇന്ത്യയുടെ റോഡാണ്. ഇന്ത്യയിൽ ഇവിടെ മാത്രമല്ല, നമ്മളിപ്പോ ഭൂട്ടാനിൽ കണ്ടില്ലേ, ചൈനയുടെ അതിരിൽ കൂടെ ഭൂട്ടാനിലേക്ക് പ്രദേശത്തേക്ക് റോഡ്, കാശ്മീരിൽ ഏറ്റവും വലിയ പാലം, ഏറ്റവും വലിയ റോഡ്. ഇങ്ങനെ നമ്മള് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം, നമ്മുടെ ആർമിയെ എത്തിക്കാം, നമ്മുടെ പടക്കോപ്പുകൾ എത്തിക്കാം. അങ്ങനെ നമ്മള് വളരെ ഇൻഫ്രാസ്ട്രക്ചർ ഇതില്, അതുപോലെ തന്നെ സാഗരമാല പദ്ധതി, നമ്മുടെ വിഴിഞ്ഞം മുതൽ നമ്മുടെ 600 കിലോമീറ്റർ വരുന്ന കോസ്റ്റ് ലൈനിൽ മൊത്തം വിവിധ പോർട്ടുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോംബെ പോർട്ടാവട്ടെ, അല്ലെങ്കിൽ കണ്ട്ല പോർട്ടാവട്ടെ, അങ്ങനെ ഇന്നതൊന്നില്ല. നമ്മൾ ഏതൊക്കെ പുതിയ പുതിയ പോർട്ടുകൾ ഡെവലപ്പ് ചെയ്യാൻ എവിടെയൊക്കെ സൗകര്യമുണ്ടോ, വിഴിഞ്ഞം മുതൽ നമ്മൾ 2 വശത്തെ വെസ്റ്റ് ബംഗാൾ ഉൾക്കടലിന്റെ സൈഡിലും അതുപോലെ തന്നെ അറേബ്യൻ സീയുടെ സൈഡിലുള്ള എല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ട്രേഡിനായാലും ശരി, ഡിഫൻസ് ആയാലും ശരി അല്ലെ, നേവലൊക്കെ നേവി അടിപൊളിയാക്കി 3 ഫോഴ്സുകളും മോഡേണൈസ് ചെയ്തു. അതാണ് നമ്മൾ ഈ യുദ്ധത്തിൽ 4 ദിവസം കൊണ്ട് പാകിസ്ഥാന്റെ കഥ കഴിച്ചത്. അതാണ് പാകിസ്ഥാൻ 4ാമത്തെ ദിവസം മാപ്പ് പറഞ്ഞില്ലേ. അത് ട്രംപ് കാരനാണെന്നാണ് ട്രംപ് പറയുന്നത്, അല്ലെങ്കിൽ അവർ അണുബോംബ് പ്രയോഗിച്ചതെന്നാണ്. നമ്മുടെ അടുത്ത് പറഞ്ഞതാണ് അണുബോംബ് പ്രയോഗിക്കുക, ഓക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അത് പറയാനുള്ള ചങ്കൂറ്റം. അവിടുന്ന് 100 കണക്കിന് ഡ്രോണുകൾ വന്നിട്ട് അതൊന്നും ഇന്ത്യയിൽ വീഴാതിരിക്കുന്ന ഒരു സാഹചര്യം. നമുക്കൊരു വജ്രായുധം ഇവിടെ ഉണ്ടായിരിക്കുന്നത് S-400. ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് വ്യോമരംഗത്തായാലും നാവികരംഗത്തായാലും കരസേനയിലായാലും അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിലായാലും പല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. GDP ലെവൽ കൂടി. നമ്മളിപ്പോൾ അതിന്റെ എല്ലാ എഫക്റ്റും ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നിട്ടില്ല. കാരണം ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ വെൽത്ത് വന്നിട്ടുണ്ട്. ആ വെൽത്തിന്റെ വ്യത്യസ്തങ്ങൾ പലതുണ്ട്. 100 രൂപയ്ക്ക് കൂലിപ്പണി ചെയ്യുന്നവരുണ്ട്, 50 രൂപയ്ക്ക് കൂലിപ്പണി ചെയ്യുന്നവരുണ്ട്, 5000 രൂപയ്ക്ക് പണിയുന്നവരുണ്ട്. അപ്പൊ ആ വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ട്. അത് അസമത്വം മാറിയിട്ടില്ല, സമ്മതിച്ചു. പക്ഷേ ഇന്ത്യ സമ്പത്തായ നമുക്കിത് പിന്നെ എങ്ങനെയും ഇത് വിഭജിക്കാൻ നമുക്ക് കഴിയും. അതിന് വേറെ ബേസ് സ്ട്രോങ് ആക്കുക, രാജ്യം പുരോഗതിയിലേക്ക്. 2 കാര്യങ്ങളാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ഒന്ന്, നമ്മൾ ഏറ്റവും വലിയ എക്കണോമിക് പവറാണ്. നമ്മൾ എക്കണോമിക് പവർ ആകണമെങ്കിൽ അതിന് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പവറാണ്. പൊളിറ്റിക്കൽ പവർ ആവണമെങ്കിൽ നമുക്ക് ആയുധങ്ങൾ കയ്യിൽ വേണം, അത്യന്താധുനിക ആയുധങ്ങൾ. അങ്ങനെ അല്ലാതെ ആരും പേടിക്കില്ല. ഇപ്പൊ ചൈന തന്നെ നമ്മളോട് ഷെയ്ക്കൻഡ് കൊടുക്കാൻ ആദ്യം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ 2014 ഇവിടെ കൊണ്ടുവന്ന് ഷീ ജിൻപിങ്ങിനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ആനയിച്ചതല്ലേ, മദ്രാസ് വരെ കൊണ്ടുവന്ന് പോയിട്ട് പൂജിച്ചതാണ്. എന്നിട്ടും അദ്ദേഹം തയ്യാറല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പറയാണ്, ഞങ്ങളുടെ ഡ്രാഗണും നിങ്ങളുടെ ആനയും കൂടെ ചേർന്നാൽ ഈ ലോകം മുഴുവൻ കീഴടങ്ങും. കാലം മാറി. അപ്പൊ ഇത് ട്രംപിന് സഹിക്കുന്നില്ല, അമേരിക്കൻ ഭരണകൂടത്തിന് സഹിക്കുന്നില്ല. ഇവരൊരു പഴയ പോലെ 11ാമതോ 12ാമതോ ഒക്കെ ആയിട്ട് കിടന്നാൽ കുഴപ്പമില്ല, ഇത്രയും വലിപ്പമുള്ള രാജ്യമല്ലേ, ആയിക്കോട്ടെ. പിന്നെ നമ്മുടെ മാർക്കറ്റ് അവർക്ക് ഇടണം. ഇത്രയും കൂടുതൽ ആൾക്കാരുള്ള ഈ മാർക്കറ്റ് പിടിക്കുക. ചൈനയിൽ അങ്ങനെ അവർ പിടിക്കാൻ സമ്മതിക്കില്ല. ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള നമ്മളും ചൈന ഇപ്പൊ ഏതാണ്ട് ഒരുപോലെയാണ്. പക്ഷെ അവരുടെ മാർക്കറ്റ് കിട്ടില്ല. അവർക്ക് വേണ്ട സാധനം ഇറക്കുള്ളൂ, വേണ്ടാത്തതെല്ലാം അവർ വെളിയിൽ കൊടുക്കാനാണ് നോക്കുന്നത്. അതിന് ഈ കോവിഡ് ആയാലും ശരി, അവരുടെ ഇലക്ട്രോണിക് ഉൽപ്പന്നമായാലും അവർക്ക് വേണ്ടെങ്കിൽ അത് വെളിയിൽ കൊടുക്കും. അവർക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം അവർ വെളിയിൽ കൊടുക്കുന്ന ശൈലിയാണ്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇന്ത്യ പലതും സ്വീകരിക്കാറുണ്ട്.
ചിലത് ഇവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ മേക്ക് ഇൻ ഇന്ത്യ അല്ല അസംബ്ലിങ് ഇന്ത്യ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലത് അസംബിൾ ചെയ്ത് വിൽക്കുന്നുണ്ട്. അതിനൊന്നും നാണക്കേടില്ല. അത് കുറഞ്ഞ വിലയ്ക്ക് ആര് തരുന്നു നമ്മൾ വാങ്ങിക്കും. നല്ല രീതിയിൽ നമ്മളിവിടെ ഇപ്പോ ബ്രഹ്മോസ് മിസൈൽ നമ്മുടെ ഫിലിപ്പീൻസിന് വേണം, ഫിലിപ്പീൻസിന് ഇനിയും വേണം, പല ഏഷ്യൻ രാജ്യങ്ങൾക്ക് വേണം. ഇത് ആരുമായിട്ടാണ് നമ്മൾ ഈ ടെക്നോളജി ഷെയർ ചെയ്തിരിക്കുന്നത്? റഷ്യയുമായിട്ടാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല, റഷ്യയുടെ അതുകൊണ്ടാണ് റഷ്യ ടെക്നോളജി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും അതിനെ മോഡേണൈസ് ചെയ്യാൻ, ഇതിനും സ്പീഡ് ഉള്ളത് ഉണ്ടാക്കാനാണ് പോകുന്നത്. മനസ്സിലായില്ലേ? ഇതൊന്നും ലോകത്ത് ആർക്കും കണ്ടുകൂടാ. ഇന്ന് ജർമ്മനി, വലിയൊരു ശക്തിയായ ജർമ്മനി ഇന്ന് തകർച്ചയിലേക്കാണ്. ജർമ്മനി തകർന്നാൽ നമ്മൾ മൂന്നാമതായി. അപ്പൊ ട്രംപിന് പേടി, ഒന്നാമതിരിക്കുന്ന ട്രംപ് അല്ലെങ്കിൽ പിന്നെ USA അങ്ങനെ നമ്പർ 1 ആക്കുമെന്ന് പറഞ്ഞിട്ട് നമ്പർ 3 ആയി പോകുമോ അല്ലെങ്കിൽ നമ്പർ 2 ആയി പോകുമോ, ഇതാണ് പേടി. അതാണ് ചൈനയും അവർ എതിർക്കുന്ന കാര്യം. ചൈന ഒന്നാമത് വന്നാൽ അത് പ്രശ്നമാണ്. പക്ഷെ ചൈനയെ കൂടുതൽ എതിർക്കാൻ പറ്റില്ല. കാരണം അവര് ഉരുക്ക് മുഷ്ടിയുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അവിടെ വേറെ ആരും ചോദിക്കാനില്ല. ഷീ ജിൻപിങ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇരയുടെ അവിടെ എന്ന് പറഞ്ഞാൽ ഇരുന്നിരിക്കണം അല്ലെങ്കിൽ കിടന്നിരിക്കണം. ഇവിടെ അങ്ങനെയല്ല. നരേന്ദ്രമോദി ഇരിക്കാൻ പറഞ്ഞാൽ 50% ഇരിക്കും, 50% എഴുന്നേറ്റേക്കും, 50% കൂവും. കാരണം ഇത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമല്ലേ. ജനാധിപത്യത്തിലെ അവകാശം കൂവാനുള്ളതും കൂക്കി വിളിക്കാനുള്ളതും ആക്ഷേപിക്കാനുള്ളതും അധിക്ഷേപിക്കാനുള്ളതുമാണെന്ന് നമ്മുടെ ആൾ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സുപ്രീം കോടതി വരെ പറഞ്ഞ് അധിക്ഷേപം കുറയ്ക്കൂ പ്രതിപക്ഷ നേതാവേ. നമ്മുടെ ചൈനയുടെ ബോർഡറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ലേ, ചൈന മുഴുവൻ കയറിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. കള്ളം പറയരുതെന്നും അധിക്ഷേപിക്കരുതെന്നും ഒക്കെയാണ് അതിന്റെ അർത്ഥം. സുപ്രീം കോടതി തന്നെ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പൊ ഇവിടെ പിടിച്ചു നിൽക്കുക വലിയ പാടാണ്. നമ്മുടെ വികസനവും മുന്നോട്ട് പോകണം. ഈ കള്ളപ്രചരണങ്ങൾക്കെതിരെ നിൽക്കണം. അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും വരുന്ന കള്ളപ്രചരണങ്ങൾ നമ്മൾ നേരിടണം. ഇതിനിടയ്ക്ക് യാതൊരു ന്യായമല്ലാത്ത കാര്യങ്ങൾ. ഇപ്പൊ താങ്കൾക്ക് 25% വില കുറച്ചൊരു സാധനം കിട്ടുമെങ്കിൽ ഞാൻ പറയാണ് താങ്കൾ അവിടെ നിന്ന് വാങ്ങിക്കരുത്. അതിന് പകരം അപ്പുറത്തെ കടയിൽ പോയി വാങ്ങിക്കണം. അത് അവിടെ കൂടുതലല്ലേ, കൂടുതലായാലും കുഴപ്പമില്ല, ഇവിടുന്ന് വാങ്ങിച്ചോണം. മറ്റൊന്നും ആള് ശരിയല്ല. അത് നമ്മൾ കേൾക്കണം. അത് നമ്മൾ അറിയേണ്ട കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആരിൽ നിന്ന് വാങ്ങിക്കണമെന്ന് ഞാൻ നിശ്ചയിക്കും. അതുപോലെ എന്റെ രാഷ്ട്രം ആരിൽ നിന്ന് വാങ്ങിക്കണമെന്ന് എന്റെ രാഷ്ട്രം നിശ്ചയിക്കുമെന്ന് പറയാൻ കെൽപ്പുള്ള ഒരു പ്രധാനമന്ത്രിയും കെൽപ്പുള്ള ഒരു സർക്കാരും ഇവിടെ ഉണ്ടെന്നുള്ളതാണ് നരേന്ദ്രമോദിയെ വിഷമിപ്പിക്കുന്ന കാര്യം. ഇവിടുത്തെ പ്രതിപക്ഷത്തെയും വിഷമിപ്പിക്കുന്ന കാര്യം. ട്രംപിന്റെ ട്രംബ്ലിംഗ് സിറ്റുവേഷൻ അതാണ്. അത് മാറും. ട്രംപ് തനിയെ ഒതുങ്ങി വരും, സംശയം വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.